ശരിക്കും ഇന്നലത്തെ ഒറ്റ സീനിലൂടെ അനീഷ് തെളിയിച്ചു താനൊരു ഒറ്റയാനാണെന്നുള്ളത്. ആ ഇമ്മ്യൂണിറ്റി ആദിലയ്ക്ക് കൊടുക്കരുത് എന്നുള്ള തരത്തിൽ അനീഷിൻ്റെ ആ ഒരു മറുപടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ശരിക്കും ഇനി വരാൻ പോകുന്നത്, ഇനിയുള്ള ദിനങ്ങൾ ശരിക്കും പറഞ്ഞാൽ അനീഷ് വേഴ്സസ് നൂറ ആദില എന്നുള്ള തലത്തിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. കാരണം അത് ഇന്നലത്തോടുകൂടി വ്യക്തമാണ്. ഈ പറയുന്ന നൂറ, ആദില, ഷാനവാസ്, അനുമോളൊക്കെ തന്നെ ഒരു ഗ്യാങ്ങിൽ പെട്ട് കിടക്കുകയാണ്. ആ ഗ്യാങ്ങിലേക്ക് അനീഷിനെ വലിച്ചിടാനായിട്ടാണ് അവർ ശ്രമിച്ചതെന്ന് പറയുന്നത്. പക്ഷേ സത്യസന്ധമായിട്ട് പറയാലോ, അതിൽ വീണില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇതിൽ നിന്നും വ്യക്തമാണ് അനീഷ് അവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നവനാണ്, ഒറ്റയാനായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് എന്ന് തെളിയിച്ച ഒരു നിമിഷമായിരുന്നു അതെന്ന് പറയുന്നത്. ശരിക്കും അനീഷ് ആദിലയുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ അനീഷ് പെട്ടുപോകുമായിരുന്നു. കാരണം അവരുടെ വലയിൽ അനീഷ് വീണു എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമായി അത് മാറിയേനെ. പക്ഷെ അവിടെയാണ് അനീഷിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. അവിടെയാണ് അനീഷ് യഥാർത്ഥത്തിൽ കയ്യടി നേടിയെടുത്ത ഒരു നിമിഷമെന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇനി ഉള്ള ദിനങ്ങൾ ആദില, നൂറ ഇവർ രണ്ടുപേരും എന്തായാലും അനീഷിനോട് ഇനി കളിതമാശയായിട്ട് നിന്നിട്ടോ അല്ലെങ്കിൽ കൂടെ കൂട്ടാനായിട്ടോ അല്ലെങ്കിൽ കൂടെ കൂടാനായിട്ടോ നോക്കിയിട്ടോ കാര്യമില്ല. അനീഷ് ആ ഒരു ഗണത്തിൽ പെടുന്ന ഒരാളല്ല, അല്ലെങ്കിൽ അനീഷ് ആ ഒരു കൂട്ടത്തിൽ വന്ന് വീഴുന്ന ഒരാളല്ല എന്നുള്ളത് അവർക്ക് വ്യക്തമായി മനസ്സിലായി. ഇന്നലെ അനീഷ് സംസാരിച്ച ആ ഒരു സംസാരം തന്നെ ആദിലയ്ക്കും നൂറയ്ക്കും അത്രത്തോളം പിടിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പിന്നെ ലാലേട്ടൻ്റെ മുന്നിലായതുകൊണ്ട് വാടച്ച് ചുമ്മാ ഇരുന്നതാണ്. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങൾ ആദില, നൂറ, അനീഷ് തമ്മിലുള്ള ഒരു വലിയ അടിയിലേക്കുള്ള ഒരു തുടക്കം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിലും പണി വാങ്ങുന്നത് ആദില, നൂറ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അനീഷ് അവിടെ സ്കോർ ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.